എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയതിന് ശേഷം ക്രിസ്മസ് കുർബാനയ്ക്ക് പോയി. ഞങ്ങൾക്കിവിടെ വൈകുന്നേരം 7 മണിക്കായിരുന്നു കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങളിരിക്കുന്ന സമയമാണ്. ഞാനൊരു അല്പം ലേറ്റ് ആയിപ്പോയി. നമ്മുടെ നാട്ടിൽ ഓൾറെഡി ക്രിസ്മസ് ആയിക്കഴിഞ്ഞു. കാരണം 25-ാം തീയതി ഇപ്പം നാട്ടിൽ വെളുപ്പിന് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും പാതിര കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു അല്പം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അമ്മച്ചിമാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണിപ്പോൾ. ഇന്നിപ്പം ആടും പോത്തും കോഴിയും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുന്ന ഒരു ദിവസം കൂടിയല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത്, നമുക്ക് സാധാരണ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ, സാധാരണയിൽ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. അങ്ങനെ കഴിച്ച് പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ ഒരുപാട് ചെന്ന് കഴിയുമ്പോൾ പലർക്കും വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. തികട്ടി കയറി വരും, ഗ്യാസ് കയറി വയറ് കമ്പിച്ചിരിക്കും. ചിലർക്കെങ്കിലും ലൂസ് മോഷനും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാകും. ഫുഡ് പോയ്സൺ ആയിട്ട്, പ്രത്യേകിച്ച് വെളിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലുമൊക്കെ ഫുഡ് പോയ്സൺ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം എല്ലാവർക്കും വന്നില്ലെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വരും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ അതിനെ നേരിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ നമുക്ക് അതിനെ എങ്ങനെ കുറച്ചെടുക്കാം, അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം അതിനുള്ളൊരു ഹോം റെമഡിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോസ്പാനോ ചെറിയൊരു കുഞ്ഞു കലവോ എന്തായാലും കുഴപ്പമില്ല എടുക്കുക. ഞാൻ ഓൾറെഡി അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചൂടായിട്ടിരിക്കുന്ന ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇടുക. 1 ടേബിൾ സ്പൂൺ നിറയെ 1 ടേബിൾ സ്പൂൺ നിറയെ കടുക്. വേറെ അതിനകത്ത് എണ്ണയോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ചേർക്കരുത്, കടുക് തന്നെ ഇടുക. ആ കൂടത്തിൽ തന്നെ നമ്മുടെ ചെറിയ ജീരകം, മോരിനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അത് 1 ടേബിൾ സ്പൂൺ അതും ഇടുക. രണ്ടും ഒരേ അളവ് തന്നെയാണ്. അത് രണ്ടും ഇട്ട് അത് പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് മൂവ് ചെയ്യുക. രണ്ടും നന്നായിട്ട് പൊട്ടണം. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി വരത്തില്ല. ഇത് നമുക്ക് തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീരകത്തിൻ്റെയും കടുകിൻ്റെയും അളവ് കുറയ്ക്കണം. ഒരുപാട് തിക്കായിട്ടുള്ള ഇത് മരുന്ന് കൊടുക്കരുത്. വളരെ ലൂസായിട്ട് നേർപ്പിച്ച് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിള്ളേർക്ക് ഒത്തിരി വയറ്റിലൊഴിച്ചിലൊക്കെ ഉള്ള പിള്ളേരുണ്ടല്ലോ, അങ്ങനെയുള്ള പിള്ളേർക്ക് സാധാരണ നമുക്കൊരു വരുന്ന ഒരു വയറുവേദന, ലൂസ് മോഷൻ അങ്ങനെയുള്ളതിനൊക്കെ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. പൊട്ടുന്ന വെച്ച് നമുക്ക് കേൾക്കാമല്ലോ, കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതുപോലെ ജീരകം നന്നായിട്ട് മൂത്ത് വരുന്നു. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഞാനിനി ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിടാം. ഓൾമോസ്റ്റ് കടുക് ജീരകമെല്ലാം ഓൾമോസ്റ്റ് പൊട്ടിക്കഴിഞ്ഞു. ഈ പൊട്ടൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ 1 ഗ്ലാസ്, ഇപ്പം നമ്മൾ അഡൾട്ടിനുള്ള അളവാണ് ഈ പറയുന്നത്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കടുക്, അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ 1 കപ്പ് വെള്ളം. അല്ല, നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാം. പക്ഷേ പച്ചവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യല്ലേ, പകരം തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ അത് ഡൈല്യൂട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് പൊട്ടിത്തീർന്നു, ഇപ്പോൾ പൊട്ടുന്ന ഒച്ചയൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഈ കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഇനി തീ കൂട്ടി കൊടുത്ത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റും കൂടെ അത് മൂടി വെച്ച് അങ്ങനെ തിളപ്പിക്കണം. ഒരു 5 മിനിറ്റ്. ഈ കടുകും ജീരകം കൂടെ ഇങ്ങനെ വറുത്ത് പൊട്ടുന്നതിന് നല്ലൊരു സ്മെല്ലാണ്. ഇത് മൂടി വയ്ക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മൂടിയിരിക്കുന്ന പാത്രം കൊണ്ട് മൂടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ഒട്ടും പോകാതെ തന്നെ, ഗുണവും മണമൊന്നും പോകാതെ തന്നെ കിട്ടും. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ നല്ല
ഒരു ഡാർക്ക് യെല്ലോയിഷ് കളറാണ് ഇപ്പോൾ ഇതിന് വന്നിരിക്കുന്നത്. ഈ വെള്ളം കുടിക്കാൻ നല്ല രുചിയാണ്, ഒരു അരുചിയുമുള്ള വെള്ളമല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് അഡൾട്ടിന് ഇങ്ങനെ ഇത്രയും കട്ടിയിൽ കുടിക്കാം. പക്ഷേ പിള്ളേർക്കും കൊടുക്കാം. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നേർപ്പിച്ച് കൊടുക്കുക. കുറഞ്ഞ അളവിൽ ലേശം, അത് കുറച്ച് ഉണ്ടാക്കുന്നുള്ളെങ്കിൽ കുറച്ച് കടുകും കുറച്ച് ജീരകവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ കുടിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒരല്പം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് നമുക്കിത് കലക്കി കൊടുത്താൽ പിള്ളേർ കുടിക്കും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം കുടിച്ച് കഴിയുമ്പോൾ സാധാരണഗതിയിലുള്ള ലൂസ് മോഷനും വൊമിറ്റിങ്ങും അല്ല തികട്ടി വരുന്നത്, വയറ് ഗംഭീര്, ഇതൊക്കെ നന്നായിട്ട് കുറയുന്നതാണ്. ഇത് നമ്മൾ സ്ഥിരം, എൻ്റെ പിള്ളേർക്കൊക്കെ ഒരു ഛർദിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ഇതാണ്. ഇതിന് വേണ്ടിയിട്ടൊന്നും ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാറില്ല. അധികം വന്നിട്ടില്ല, വരുന്നവർക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്കാണെങ്കിലും ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്നൊരു രീതിയാണ്. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വൈദ്യമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ക്രിസ്മസ് ആയിക്കൊണ്ട്, ക്രിസ്മസ് ആർക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കെങ്കിലുമൊക്കെ ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇത് അരിക്കണം കേട്ടോ. ഇതിൻ്റെ ജീരകവും കടുവും അങ്ങനെ തന്നെ കിടക്കുവാണല്ലോ, പൊട്ടിയെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ചൂടോടെ തന്നെ ഇത് കുടിക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് അരിച്ച്, ജീരകവും കടുവും കടിക്കാത്ത വിധത്തിൽ അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരല്പം മധുരം ചേർത്ത് കുടിക്കാം. മധുരം ചേർക്കാതെ കുടിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളമാണിത്. അപ്പം നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എളിമയുടെയുമായ ക്രിസ്മസ് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയ വീഡിയോകളിലൂടെ കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വെള്ളം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് തരിച്ചൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് കൊടുക്കരുത്. വളരെ തിക്കായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അത്രയും ഇതായിട്ട് കൊടുക്കില്ല. നിങ്ങൾ പിള്ളേർക്ക് ഡൈല്യൂട്ട് ചെയ്തേ കൊടുക്കാവുള്ളൂ. ഒരു 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഇത്രയും കൊടുത്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബാക്കി കുഞ്ഞു പിള്ളേരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മരുന്നാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇങ്ങനെ ആശുപത്രിയിൽ തെരുതെരെ പോകുന്നവർക്ക് ഒരു പകുതി ആൾക്കാർക്കെങ്കിലും ഹോസ്പിറ്റലിൽ പോക്ക് നിർത്താൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് പകർത്തട്ടെ. നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളം. കൃത്യം നമ്മൾ 1 കപ്പ് വെള്ളമല്ലേ വെച്ചത്, അത് ആ ഗ്ലാസ്സിലേക്ക് 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ ഇരിക്കുന്ന മിച്ചമുള്ള ജീരകം കടുകിനകത്ത് നിങ്ങൾക്ക് 1-2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് തിളപ്പിച്ച് വീണ്ടും കുടിക്കാവുന്നതാണ്. പക്ഷേ തലേദിവസം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ജീരകം ഉപയോഗിച്ച് പിറ്റേ ദിവസം രാവിലെ കുടിക്കരുത്. ആ സെയിം ഡേയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യം കൂടെ ഒക്കെ തിളപ്പിച്ച് കുടിക്കാം. ഏറെ തിളപ്പിച്ച് വെച്ച് കുറേശ്ശെയായിട്ടും കുടിക്കാം. ഇതൊരു മരുന്ന് പോലെ 2-3 നേരമായിട്ടിത് കുടിക്കുക. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലൂസ് മോഷനൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആദ്യമേ 1-2 പ്രാവശ്യം കുടിച്ചാൽ ഇത് കുറയണമെന്നില്ല. പക്ഷെ തികട്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കുടിക്കുകയാണെങ്കിൽ 1 പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ പെട്ടെന്നത് കുറയും. 2-3 പ്രാവശ്യം കുടിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് വയറിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറുന്നതായിരിക്കും. എന്നെങ്കിൽ പോലും 1-2 ദിവസം നിങ്ങളത് തുടർന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ രോഗം കംപ്ലീറ്റ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. ഫുഡ് പോയ്സൺ ആണ്, അല്ലാണ്ടുണ്ടാകുന്ന ഡയറിയ, വൊമിറ്റിങ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫുഡ് പോയ്സൺ മൂലമുള്ള വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് വളരെ ഉത്തമമാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ലൂസ് മോഷൻ ഉണ്ടാകും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായെങ്കിൽ അറിയിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെങ്കിൽ വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വർഷത്തിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരും ഇനി ഇപ്പോൾ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ബൈ.